ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സംസാരിക്കാൻ പോകുന്നത് NAVയെ കുറിച്ചാണ്. നെറ്റ് അസറ്റ് വാല്യൂ. മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും പരിചയമുള്ള ഒന്നായിരിക്കും NAV. പക്ഷേ NAVയെ കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണകളും മിത്തുകളും എയറിലുണ്ട് താനും. അപ്പോൾ ഈ വീഡിയോയിൽ ആ തെറ്റിദ്ധാരണകളെ പൊളിച്ച് NAV ശരിക്കും എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദിസ് ഈസ് ഷയാസ് റഫിയ മൊയ്തീൻ ആൻഡ് യു ആർ വാച്ചിങ് ഗ്രോ മലയാളം. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് പ്രസ് ദ ബെൽ ഐക്കൺ ഫോർ മോർ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ്. നമ്മുടെ ഈ ചാനലിലുള്ള എല്ലാ വീഡിയോസും എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണെന്ന് ഓർപ്പിക്കുന്നു. ഈ വീഡിയോകളിൽ നമ്മൾ എന്തെങ്കിലും വാങ്ങാനോ വിൽക്കാനോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നത് വിപണിയിലെ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എന്താണ് നെറ്റ് അസറ്റ് വാല്യൂ NAV എന്ന് ഡിഫൈൻ ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. നെറ്റ് അസറ്റ് വാല്യൂ ഈസ് ദ വാല്യൂ ഓഫ് ആൻ എൻറ്റിറ്റീസ് അസറ്റ്സ് മൈനസ് ദ വാല്യൂ ഓഫ് ഇറ്റ്സ് ലയബിലിറ്റീസ്. ഒരു സ്ഥാപനത്തിന്റെ ആസ്തിയിൽ നിന്നും ആ സ്ഥാപനത്തിന്റെ ബാധ്യതകൾ കുറച്ചാൽ കിട്ടുന്ന വാല്യൂ ആണ് നെറ്റ് അസറ്റ് വാല്യൂ. ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കപ്പെടുന്നത് മ്യൂച്വൽ ഫണ്ട്സുമായി ബന്ധപ്പെട്ടാണ്. ഒരു ഫണ്ടിന്റെ പെർഫോമൻസ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി. കൃത്യമായി പറഞ്ഞാൽ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ മാർക്കറ്റ് വാല്യൂവിൽ നിന്നും അതിന്റെ കൊടുത്തു തീർക്കാനുള്ള ലയബിലിറ്റീസ് കിഴിച്ച് ഫണ്ടിലുള്ള മൊത്തം യൂണിറ്റുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനെയാണ് NAV ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. NAV ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ് divided by total number of outstanding shares. ലയബിലിറ്റീസ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ മ്യൂച്വൽ ഫണ്ട് നൽകിക്കൊണ്ടിരിക്കേണ്ട പേ ഔട്ട്സും റിഡംഷൻസും ഒക്കെയാണ്. എല്ലാ മ്യൂച്വൽ ഫണ്ടിന്റെയും NAV കാൽക്കുലേറ്റ് ചെയ്യുന്നത് ദിവസത്തിന്റെ എൻഡിലാണ്. ഫണ്ടിന്റെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയുടെ ക്ലോസിംഗ് മാർക്കറ്റ് പ്രൈസസ് വെച്ചാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ ഫീസും ആ ഫണ്ടിന്റെ NAVയിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ ഓരോ ഫണ്ടിന്റെയും NAVയെ അടിസ്ഥാനപ്പെടുത്തി പെർസെൻറ്റേജ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ എക്സ്പെൻസ് റേഷ്യോ അതിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിന്റെ പ്രോക്സി ഷെയർ പ്രൈസ് ആയിട്ടും NAVയെ എടുക്കാറുണ്ട്. പക്ഷേ NAVയും ഷെയർ പ്രൈസും പലതരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഓരോ മിസ്കൺസെപ്ഷനും എടുത്ത് അവ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ കൂടെ ഇപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകളും നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ മിസ്കൺസെപ്ഷൻ, മിത്ത് 1. ഉയർന്ന NAV സൂചിപ്പിക്കുന്നത് ബെറ്റർ പെർഫോമൻസിനെയാണ്. ഉയർന്ന ഷെയർ പ്രൈസ് ആണെങ്കിൽ ആ സ്റ്റോക്ക് ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് പറയുന്നത് പോലെ തന്നെയുള്ളൊരു മണ്ടത്തരമാണ് ഇതും. NAVയുടെയോ ഷെയർ പ്രൈസിൻ്റെയോ അബ്സല്യൂട്ട് ലെവലിന് മ്യൂച്വൽ ഫണ്ടുമായോ സ്റ്റോക്കിൻ്റെ പെർഫോമൻസുമായോ യാതൊരു ബന്ധവുമില്ല. ഒരു ഫണ്ടിൻ്റെ NAVയെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ കഴിയുക ബുക്ക് വാല്യൂ പെർ ഷെയർ ഓഫ് എ സ്റ്റോക്കുമായിട്ടാണ്. ഫോർ എക്സാമ്പിൾ, MRF ടയേഴ്സിൻ്റെ ഷെയർ പ്രൈസ് 83,000 റുപ്പീസും റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഷെയർ പ്രൈസ് 2,732 റുപ്പീസുമാണ് എന്ന് കരുതി MRF റിലയൻസിനേക്കാൾ ബെറ്ററായി പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റോക്കാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ 100 റുപ്പീസ് NAVയുള്ള ഒരു ഫണ്ട് 50 റുപ്പീസ് NAVയുള്ള ഫണ്ടിനേക്കാൾ ബെറ്റർ പെർഫോമർ ആണെന്ന് പറയുന്നതിനും യാതൊരു അടിസ്ഥാനവുമില്ല. ഷെയർ പ്രൈസിനും NAVയ്ക്കും പെർഫോമൻസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ കഴിയുക ഒരു നിശ്ചിത പീരിയഡിലെ പെർസെൻറ്റേജ് ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇവ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ്. മിത്ത് 2. കുറഞ്ഞ NAV ആകുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടുതൽ യൂണിറ്റുകൾ ഉണ്ടാവും. അതുകൊണ്ട് കുറഞ്ഞ NAV ആണ് നല്ലത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെയുള്ളൊരു തെറ്റിദ്ധാരണ തന്നെയാണ് ഇതും. ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സൈസുമായോ പെർഫോമൻസുമായോ ഒരു കണക്ഷനും ഇല്ലാത്തിടത്തോളം നമ്പർ ഓഫ് യൂണിറ്റ്സ് ഒരു വിഷയമേ അല്ല. കാരണം റിഗാർഡ്ലെസ് ഓഫ് ദ നമ്പർ ഓഫ് ദ യൂണിറ്റ്സ് ഓർ NAV എത്രയായാലും യൂണിറ്റുകളുടെ നമ്പർ എത്രയായാലും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സൈസ് സെയിം തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഫണ്ട് A ആൻഡ് ഫണ്ട് B എന്നിങ്ങനെ രണ്ട് ഫണ്ടുകൾ നമുക്ക് എടുക്കാം. ഫണ്ട് Aയുടെ NAV 5 റുപ്പീസും ഫണ്ട് Bയുടെ NAV 10 റുപ്പീസും ആണ്. നമ്മൾ 5,000 റുപ്പീസ് വീതം രണ്ടിലുമായി ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതുപ്രകാരം Aയുടെ 1000 യൂണിറ്റ്സും Bയുടെ 500 യൂണിറ്റ്സും നമുക്ക് കിട്ടും. ഇത് രണ്ടിൻ്റെയും റിട്ടേൺ 10% ആണെന്ന് വെക്കാം, സെയിം ആണ്. അപ്പോൾ ഇവയുടെ ഫൈനൽ ഇൻവെസ്റ്റ്മെൻറ്റ് സൈസ് എത്രയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഫണ്ട് A ഈക്വൽ ടു 5 into 1000 into 110%, it's equal to 5,500. Fund B equal to 10 into 500 into 110%, it's also equal to 5,500. അതുകൊണ്ട് സെയിം ഇൻവെസ്റ്റ്മെൻറ്റ് സൈസും സെയിം റിട്ടേൺസും ആണെങ്കിൽ യൂണിറ്റുകളുടെ എണ്ണം ഒരു വിഷയമേ അല്ല, ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് അപ്പം നമുക്ക് കിട്ടുന്ന കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ ലോ NAV കൂടുതൽ ഫണ്ട് യൂണിറ്റുകൾ തരും എന്നത് ഇൻവെസ്റ്റേഴ്സിൻ്റെ വെൽബീയിങ്ങിനെയോ പെർഫോമൻസിനെയോ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല എന്നതാണ്. മിത്ത് 3.
നെഗറ്റീവ് NAVയും ഉണ്ടാവാം. ഇതൊരു വലിയ മണ്ടത്തരമാണ്. ഒരു സ്റ്റോക്കിൻ്റെ ഷെയർ പ്രൈസ് നെഗറ്റീവ് ആവില്ല എന്നതുപോലെ തന്നെ ഒരു ഫണ്ടിൻ്റെ NAVയും നെഗറ്റീവ് വരില്ല. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ NAV നെഗറ്റീവ് ആവുക എന്നതിനർത്ഥം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ നഷ്ടം ഇൻവെസ്റ്റ്മെൻറ്റ് സൈസിനേക്കാൾ കൂടുതലാവുക എന്നതാണ്. ഡെറിവേറ്റീവ്സ് അല്ലാതെയുള്ള ഏതൊരു ഇൻസ്ട്രുമെൻറ്റിനെ സംബന്ധിച്ചും ഇത് ഇമ്പോസിബിൾ ആണ്. മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഫണ്ടിൻ്റെ NAV റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ മാർക്കറ്റ് വാല്യൂവിൽ നിന്ന് റിഡംഷൻസ് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ന്. ഈ റിഡംഷൻസ് ഒരിക്കലും ഫണ്ടിൻ്റെ മാർക്കറ്റ് വാല്യൂയേക്കാൾ കൂടില്ല. അങ്ങനെ കൂടിയാലല്ലേ NAVയുടെ വാല്യൂ നെഗറ്റീവ് ആവുകയുള്ളൂ. അപ്പോൾ അത് സംഭവിക്കില്ല. ഫണ്ട് വളരെ മോശമായി പെർഫോം ചെയ്താൽ പോലും റിഡംഷൻസ് ഫണ്ടിൻ്റെ മാർക്കറ്റ് വാല്യൂയേക്കാൾ കൂടില്ല. മാത്രമല്ല, മ്യൂച്വൽ ഫണ്ട്സിന് മാർക്കറ്റ് വാല്യൂവിനേക്കാൾ കൂടുതൽ പേ അപ്പ് ചെയ്യേണ്ട ഒരു ബാധ്യതയും ഒരു കേസിലും വരുന്നുമില്ല. മിത്ത് 4. NAV എപ്പോഴും 10 രൂപയാണ് എന്നുള്ളത് കൊണ്ട് NFOs വളരെ വില കുറഞ്ഞൊരു കാര്യമാണ്. NFOകളെ കുറിച്ചുള്ള വളരെ കോമൺ ആയൊരു തെറ്റിദ്ധാരണയാണ് ഇത്. മിക്ക ആളുകളും NFOകളെ IPOകളുമായിട്ടാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് IPOകളെ പോലെ തന്നെ NFOകളും പെട്ടെന്ന് തന്നെ നേട്ടമുണ്ടാക്കുമെന്ന് ഇവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ബട്ട് കാര്യങ്ങൾ അങ്ങനെയല്ല. കാരണം NFOകൾ IPOകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഒരു IPOയിലെ ലിസ്റ്റിംഗ് ഗെയിൻസിൽ ഭൂരിഭാഗവും ഉണ്ടാകുന്നത് സ്റ്റോക്കിൻ്റെ ഫ്യൂച്ചർ പെർഫോമൻസിലുള്ള പ്രതീക്ഷകളിൽ നിന്നും ആ സ്റ്റോക്കിൻ്റെ ഷെയറിനുള്ള മാർക്കറ്റിലെ ഡിമാൻഡിൽ നിന്നുമാണ്. എന്നാൽ സ്റ്റോക്കിൻ്റെ ബുക്ക് വാല്യൂവിൽ ഇങ്ങനെ ഒരു ഇമ്മീഡിയറ്റ് ചേഞ്ച് ഉണ്ടാവില്ല. കാരണം ബുക്ക് വാല്യൂ എന്നത് ഓർഗാനിക് ഓർ ഇനോർഗാനിക് ഗ്രോത്തിലൂടെ കാലക്രമേണ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, അല്ലെങ്കിൽ വിലമതിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ NFO എന്ന് പറയുന്നത് IPO പോലെയല്ല. ഫണ്ടിൻ്റെ ബുക്ക് വാല്യൂവിനെ കുറിച്ചോ അസറ്റ് വാല്യൂവിൻ്റെ ഇമ്മീഡിയറ്റ് ഗ്രോത്തിനെ കുറിച്ചോ എക്സ്പെക്റ്റേഷൻസ് ഒന്നും നിലനിൽക്കാത്തത് കൊണ്ട് ഒരു NFOക്ക് ഇമ്മീഡിയറ്റ് ഗെയിൻസ് നൽകാൻ കഴിയില്ല IPO പോലെ. NFOയുടെ സമയത്ത് ഫണ്ടിൻ്റെ അസറ്റ്സിൽ ഭൂരിഭാഗവും ക്യാഷ് ഫോമിലാണ് ഉണ്ടാവുക. അതിനാൽ ഇത് മ്യൂച്വൽ ഫണ്ടിൻ്റെ NAVയിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നില്ല. ഫണ്ടിൻ്റെ ഭൂരിഭാഗം ക്യാഷും ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് വിന്യസിച്ച് ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കുറച്ച് പെർസെൻറ്റേജ് റിട്ടേൺസ് നേടുന്നത് വരെ നോ ഇമ്പാക്റ്റ്. മിത്ത് 5. ഒരു ഫണ്ടിൻ്റെ യൂണിറ്റുകളുടെ മാർക്കറ്റ് പ്രൈസ് എപ്പോഴും അതിൻ്റെ NAVക്ക് ഈക്വൽ ആയിരിക്കും. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നോക്കാം. മോസ്റ്റ് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സിൻ്റെയും ട്രേഡിംഗ് പ്രൈസ് അവയുടെ NAVക്ക് തുല്യമാണ്. പക്ഷേ മാർക്കറ്റ് പ്രൈസ് NAVയിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തേക്കാവുന്ന കേസുകളും ഉണ്ടാകാം. ഈ ഡീവിയേഷൻ മെയിനായും കണ്ടുവരുന്നത് ക്ലോസ്ഡ് എൻഡഡ് ഫണ്ടുകളിലാണ്. ഇവയ്ക്ക് ഫിക്സഡ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ യൂണിറ്റുകളുടെ സപ്ലൈ ക്യാപ്ഡ് ആയിരിക്കും. ഒരു ക്ലോസ്ഡ് ഫണ്ട് യൂണിറ്റിൻ്റെ മാർക്കറ്റ് പ്രൈസ് അതിൻ്റെ NAVക്ക് പ്രീമിയമായോ ഡിസ്കൗണ്ട് ആയോ ട്രേഡ് ചെയ്യപ്പെടുന്ന കേസുകളും ഉണ്ട്. ഇത്തരം സിറ്റുവേഷൻസ് ഉണ്ടാകാനുള്ള പല ഫാക്ടേഴ്സ് ഉണ്ട്. അവയിൽ ചിലത് നോക്കാം. ഫണ്ടിന്റെ യൂണിറ്റുകൾക്കുള്ള ഡിമാൻഡ് യൂണിറ്റുകളുടെ സപ്ലൈയേക്കാൾ അധികമാവുക, ഫണ്ട് മാനേജറുടെ ട്രാക്ക് റെക്കോർഡും റെപ്യൂട്ടേഷനും, ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയിൽ നിന്നുമുള്ള മാർക്കറ്റ് എക്സ്പെക്ടേഷൻ. അപ്പോൾ NAVയെ കുറിച്ചുള്ള മിക്കവാറും എല്ലാ കോമൺ മിസ്കൺസെപ്ഷൻസിന്റെയും യഥാർത്ഥ വശം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഗ്രോക്ക് ഒരു ടെലഗ്രാം ചാനലുണ്ട്. അതിൽ ലേറ്റസ്റ്റ് മാർക്കറ്റ് അപ്ഡേറ്റ്സ്, ഇൻട്രസ്റ്റിംഗ് ബ്ലോഗ്സ്, ന്യൂസ് എല്ലാം ഉണ്ട്. ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ പ്ലീസ് ജോയിൻ അവർ ടെലഗ്രാം ചാനൽ. അടുത്ത വീഡിയോയിൽ കാണാം. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.